2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഫോറസ്റ്റില് ആ തസ്തികയിലേക്ക് വിളിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പറയാൻ പോണത്. അതിലെ GK പാർട്ട്, GKയും സയൻസും ആയിട്ടുള്ള പാർട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്. ആൻസർ ഏതാണ് വരിക? താന്തിയ തോപ്പി. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. ആൻസർ ഏതാണ്? പട്ടണം. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ആന്ധ്രാപ്രദേശ്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം, അതും കണ്ടിട്ടുള്ളതാണ്, ജനീവ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ വേണമെങ്കിൽ അതിന് കമന്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദാസ് സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ആൻസർ ഏതാണ് വരിക? ആദ്യം ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ, പിന്നെ ഖേദാസ് സത്യാഗ്രഹം, പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? എ എന്നുള്ളതാണ് ഓപ്ഷൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ആൻസർ ഏതാ വരിക? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഏതാണ് ശരിയായിട്ട് വരിക? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനം, സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജപ്രവാഹം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. എന്താണ് തിരമാലകൾ? ആൻസർ എന്താ വരിക? സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജപ്രവാഹം. സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഇതിൽ തെറ്റായതാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണത്? പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ എ എന്നുള്ളതാണ് തെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് പുകത്താഴ്വര, മണികരൻ, ദിഗ്ബോയ്, ആംഗലേശ്വർ. ആൻസർ ഏതാണ് വരിക? ആൻസർ 1ഉം 2ഉം ആണ് വരിക. പുകത്താഴ്വരയും മണികരനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ആൻസർ എന്താ വരിക? മിഷോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് എന്താണത്? പുറം പണിക്കരാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GST നിലവിൽ വന്നത്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജൂലൈ 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? വായിച്ചു നോക്കാം.
ഇതിൽ യോജിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മളിപ്പോ ഒരു 140ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞു. PSCയുടെ ഇപ്പൊ 2021 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഈ ഹരിശ്രീ PSC എന്നുള്ള ചാനലിൽ ലഭ്യമാണ്. പിന്നെ ഇംഗ്ലീഷും മലയാളവുമായിട്ടുള്ള മോക്ക് ടെസ്റ്റും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾ നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ ഈ ഒരു 2025 നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കണേ. ഒന്നും വിടാതെ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഒരെണ്ണമല്ല 2ഓ 3ഓ ഒക്കെ പേപ്പറുകൾ ഒരു ദിവസം ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ എന്താ വരിക? ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്നുള്ളതാണ് യോജിക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എന്താ വരിക? ഇതെല്ലാം എന്നുള്ളതാണ്. കാരണം നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തല് നീതി ആയോഗമാണ്. സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, ഇവയെല്ലാം എന്നുള്ളതാണ് അപ്പൊ ആൻസർ. പ്രധാൻ മന്ത്രി ജൻ ധൻ യോജന നിലവിൽ വന്നത്? ആൻസർ എന്താ വരിക? 28 ഓഗസ്റ്റ് 2014. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കണക്ക് കൊണ്ടതാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ളത് അപ്പൊ ഏതാണ്? 1ഉം 2ഉം ആണ് അല്ലെ? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ് എന്നുള്ളത് തെറ്റാണ്. പിന്നെ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നതും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏതു വിഷയവും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ആൻസർ ഡി, അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആൻസർ എന്താ വരിക? ശരിയായത് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ആൻസർ സി, കൺകറന്റ് ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ഇതിൽ ശരിയായത് ഏത്? 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ആൻസർ എന്താ വരിക? എയും ബിയും ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്?
1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. കേരള ഹൈക്കോടതിയുടെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അന്തരിച്ചത് 2023 നവംബർ 22. ശരിയായ പ്രസ്താവന. ആൻസർ എന്താണ്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 358. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ആൻസർ എന്താണ് വരിക? മനോജ് സോണി അല്ലെ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അതിൽ തെറ്റായിട്ടുള്ളത് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ആൻസർ ബി ആണ്, ഫെബ്രുവരി 19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഇതും കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. 2008 28-ാം നമ്പർ ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യുവാൻ അധികാരമുള്ളത്? ആൻസർ ബി, ഹൈക്കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ എ, ഡോപ്പമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ആൻസർ സി, സിറോഫ്താൽമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിക്കുന്നവയേവ? പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം, സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു, വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു, ഗോണഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഇതിലേതാണ് തെറ്റായി യോജിപ്പിച്ചത്? ആൻസർ എന്താണ്? 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്? ആൻസർ എന്താ വരിക? തൈമീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ആൻസർ എ, ചെറുതന, ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ? ആൻസർ ഡി, ഡ്രൂ വെയ്സ്മാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ആൻസർ ബി, റേഡിയോ തരംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന വേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ആൻസർ എന്താണ്? എല്ലാത്തിന്റെയും പാലായന പ്രവേഗം 11.2 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം 1 atmospheric pressure. സാന്ദ്രത 10³ kg/m³. ആൻസർ വരുന്നത് 2 atm ആണ്, അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഇത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. 7.4 ആണ് മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം? ആൻസർ എ നിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ബി ബോയിൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസ സംയോഗ ശക്തി ഉള്ളത്? ആൻസർ ഡി ഹീലിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ സി കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ആൻസർ ബി ഫുട്ബോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? എങ്ങനെയാണ്? ആശാൻ, ആശയഗംഭീരൻ അല്ലെ, കുമാരനാശാനാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണ്? വള്ളത്തോളിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ആൻസർ ബി H9N2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ഏതാണ് വരിക? ആൻസർ സി ആണ്, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ സി ആണ്, ബോർഡിലോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ആൻസർ എ ആഞ്ഞിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭീമൻ പാണ്ട, ജയന്റ് പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ആൻസർ എ WWF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ സി ഭോപ്പാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആൻസർ ബി തിമിംഗല സ്രാവ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലമേത്? ആൻസർ ബി വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ആൻസർ ബി ചെങ്കുറിഞ്ഞി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ബി 1986. കേരളത്തിൽ ഏക മയിൽ സങ്കേതം ഏതാണ്? ആൻസർ എ ചൂളനൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ആൻസർ എ കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഡി ചെന്നൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ സി ആണ്, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആൻസർ എ മുഖ്യമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നതിന് ഏത് നിയമപ്രകാരമാണ്? ആൻസർ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? ആൻസർ ബി തടി ഇതര വനോൽപ്പന്നങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം ഏത്? ആൻസർ എ 1992.
IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ്. ആൻസർ ബി സെക്ഷൻ 65. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏതു വകുപ്പിന് കീഴിലാണ്? ആൻസർ സി സെക്ഷൻ 66. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.